വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. നമുക്ക് കുറച്ച് ജാടയോടെ നമുക്ക് ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ സംസാരിക്കും. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തു. എന്താ സ്ഥാനം നിനക്ക് കളിക്കണോ, നമുക്ക് ചെൽസിയിൽ കളിക്കണോ എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോൾ ജാട കാണിച്ച് നമുക്ക് പോകാം. കാരണം വി ഹാവ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ. സ്വാഭാവികമായിട്ടും വെൻ വി ആർ സൈനിങ് ഫോർ പ്ലേയേഴ്സ് അവർക്ക് അതൊരു ആഡഡ് മോട്ടിവേഷൻ തന്നെയായിരിക്കും ചെൽസിയിലേക്ക് വരാൻ വേണ്ടിയായിട്ട്. അത് നമ്മൾ ഇനി കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ കയ്യിലാണ് ഇപ്പൊ കൂടുതൽ പവർ ഇരിക്കുന്നത്, നമ്മുടെ കയ്യിലാണ് കൂടുതൽ കമാൻഡ് ഇരിക്കുന്നത്. അപ്പൊ അതേ കമാൻഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ലിയാം ഡെലാപ്പിനെ ഒഴിവാക്കുന്നതാണ് 100% എന്റെ ഒരു അഭിപ്രായം. കാരണം ഇവന് 21 വയസ്സ്, ഇവൻ ചാമ്പ്യൻഷിപ്പിൽ അടുത്ത സീസൺ കളിക്കാൻ പോകുന്ന ഒരു പ്ലെയറിന് ഇവന് ഡിമാൻഡ്, എന്റെ പൊന്നോ ഇല്ലാത്ത ഡിമാൻഡ്. അവന് ഗ്യാരണ്ടീഡ് മിനിറ്റ്സ് വേണം, അവന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. നമുക്ക് വേണ്ട അവന്റെ പുറകിൽ, നമ്മൾ അവന്റെ പുറകിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രൊജക്ട് പ്രസന്റ് ചെയ്തു, വേണമെന്നുണ്ടെങ്കിൽ അവൻ സൈൻ ചെയ്താൽ മതി. നമുക്കൊരു നിർബന്ധമില്ല. നമുക്ക് വേണ്ടി സ്ട്രൈക്കേഴ്സ് സൈൻ ചെയ്യാൻ വേറെ ആൾക്കാർ ഇനി ഉണ്ടാവും. തപ്പി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുണ്ടാവും. ഇങ്ങനെയും ചാടയെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 21 പയ്യനെ വേണ്ട. ഓൾറെഡി ഇപ്പൊ ചെൽസിയിൽ കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് കളിച്ച് സീസൺഡ് ആയ പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കും മേലെ നിങ്ങൾക്ക് പെർഫോമൻസ് കാണിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് മിനിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇല്ലെങ്കിൽ മോനെ ഡെലാപ്പെ വരണ്ട, നീ അവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ യു ഗോ ഫോർ സം അതർ ക്ലബ്, നോ പ്രോബ്ലം. നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. വി ഹാവ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ, നമ്മൾ വേറെ സ്ട്രൈക്കേഴ്സിനെ കണ്ടെടുത്തോളാം. അതോടെ തന്നെ വിക്ടർ ഓസിമൻ, ഐ തിങ്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഐ ഡോണ്ട് സീ ദാറ്റ് ഡീൽ ഹാപ്പനിങ്. വേജസ് ഒരു ഇഷ്യൂ ആണ്. വിക്ടർ ഓസിമൻ ഭയങ്കര ഡിമാൻഡിങ് ആണ്. ഇത് വേജസ് കുറയില്ല. ഈവൻ ദോ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ടെങ്കിൽ തന്നെയും അടുത്ത സീസൺ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ദർ ഇസ് എ വേജ് ഡ്രോപ്പ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലോസിൽ വിക്ടർ ഓസിമന് കളിക്കാൻ താല്പര്യമില്ല. ഹി വാണ്ട്സ് ദാറ്റ് ഏർണിംഗ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ വിക്ടർ ഓസിമൻ ഹൈപ്പിലൊന്നും ഞാൻ വീഴുന്നൊന്നുമില്ല. അതൊക്കെ ഒരുപാട് പേര് വിക്ടർ ഓസിമൻ, എന്തിന്റെ പേരിലാണ് ഈ വിക്ടർ ഓസിമൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹി ഈസ് നോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രൊലിഫിക് സ്വാഷ് ബക്ലിംഗ് ഹാരി കെയ്ൻ, റോബർട്ട് ലെവൻഡോസ്കി, കരീം ബെൻസിമ സ്ട്രൈക്കർ അല്ല അവൻ. അവനുണ്ടാ ക്വാളിറ്റി. അവൻ ഇടയ്ക്കൊക്കെ ലീപ്പ് ചെയ്തിട്ടും ചില സമയത്തൊക്കെ ഗോൾ അടിക്കാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ റൊമാൻറ്റിഫിക്കേഷൻ ഗോൾസ് തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ കൺസിസ്റ്റൻസി ഒരു ഭയങ്കര ഇഷ്യമുള്ള ഒരു പ്ലെയർ ആണ് അവൻ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ അവന്റെ പുറകെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ടിപ്പിക്കൽ ബയസ്, നമ്മൾ ചെൽസി ഫാൻസ് അല്ല, അല്ലെങ്കിൽ ഏതൊരു ഫുട്ബോൾ ഫാൻസിന്റെ ഒരു പ്ലെയറിന്റെ പേര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തുള്ളും. അയ്യോ നമുക്ക് ആ പ്ലെയറിന്റെ പുറകെ പോകണേ. ഞാനും കുറെ തുള്ളിയതാ. ജനറേഷണൽ ടാലന്റ്, ടെർബോ ടീമോ, മൊറോക്കൻ മജീഷ്യൻ, അമേരിക്കൻ ട്രിബിളർ, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടു. ഈവൻ എൻകുങ്കുവിനെ പോലും വിശ്വസിച്ചു പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി മുതൽ വരാൻ പോകുന്ന പ്ലേയേഴ്സിനെ ഒന്നും കണ്ടുപൂട്ടി എന്തെന്നാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ആൻഡ് ഈവൻ ദെൻ പ്രീമിയർ ലീഗ് അൺപ്രൂവൺ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതും ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം പ്രീമിയർ ലീഗിൽ അവസാനം വന്നിട്ട് ചക്രശ്വാസം കിടന്ന് വലിക്കും, അതും വേറൊരു ഫാക്ടറും കൂടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വിക്ടർ ഓസിമൻ എന്ന് പറഞ്ഞ് ഈ തള്ളി മരിക്കുന്നതിന്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തിന്റെ പേരിലാണ്? ഒരു 2-3 ഹൈലൈറ്റ്സ് കണ്ടിട്ട് നമ്മൾ ഈ കിടന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ മരണം നമ്മൾ നോണി മാഡോക്കയുടെയും ജാക്സന്റെ മേലിൽ നമ്മൾ കാഴ്ച വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതോടെ കമ്മുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ഗ്യോക്കറസ്. ഗ്യോക്കറസിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി, പക്ഷെ അവൻ കളിക്കുന്നത് സ്പോർട്ടിങ്ങിലാണ്. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. പക്ഷെ സ്പോർട്ടിങ്ങിൽ അവിടെയൊക്കെ കളിക്കുന്നവർ പ്രീമിയർ ലീഗിൽ വന്നിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്നുണ്ട്, വിച്ച് ഇസ് വിയേർഡ്. ഓക്കെ, അത് മേ ബി ദാറ്റ് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ മേ ബി അവിടുത്തെ ആ ഒരു കളിക്കുന്ന ശൈലിയൊക്കെ ആവാം. പക്ഷെ ഗ്യോക്കറസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനൊരു ഷോർട്ട് ടു കൺവേർഷൻ റേഷ്യോ ഹൈ ആണ്. അപ്പൊ ടിപ്പിക്കൽ ഒരു ഗോൾ സ്കോററിന്റെ ഹയർ കൺവേർഷൻ റേഷ്യോ ദാൻ നിക്കലസ് ജാക്സൺ. ബോൾ ക്യാരീസ് നല്ലോണം ഉണ്ട്, നല്ലോണം ഡ്രിബ്ലിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഓൾറൗണ്ടർ, ഒരു സ്ട്രൈക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മേ ബി എ ബിറ്റ് മോർ എക്സ്പെൻസീവ് ദാൻ ബെഞ്ചമിൻ സെസ്കോയിലേക്ക് ഞാൻ വരാം. ആൻഡ് ഗ്യോക്കറസിന് വൺസ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് ഡെഫിനറ്റ്ലി ഔട്ട്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് ദേ വോണ്ട് ഡെലാപ്പ് ആണ് അവരുടെ ടോപ്പ് പ്രയോറിറ്റി, ഗുഡ് ഇനഫ്. പക്ഷെ ഗ്യോക്കറസിനെ സംബന്ധിച്ച് ഹി വാണ്ട്സ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആൻഡ് ചെൽസി ഹാസ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ. ആൻഡ് വേജസും അത്രയ്ക്ക് ഒരുപാട് ഹൈ ആവില്ല ചെൽസിയെ സംബന്ധിച്ച്. പക്ഷെ ആർസണൽ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ്. പക്ഷെ ആർസണൽ ആർ ചൂസിങ് ഐദർ ബിറ്റ്വീൻ ബെഞ്ചമിൻ സെസ്കോ ഓർ ഗ്യോക്കറസ്. ആൻഡ് അവിടെ ആർട്ടറ്റയ്ക്ക് സെസ്കോനെ വേണം, അവിടെ ആൻഡ്രേ ബർട്ടയ്ക്ക് സ്പോർട്ടിംഗ് ഡയറക്ടറിന് ഗ്യോക്കറസിന് വേണം. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഈഗോ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് ഗ്യോക്കറസ് ലുക്സ് ലൈക്ക് എ വെരി ഗുഡ് ഓപ്ഷൻ. പിന്നെ വരുന്നതാണ് ബെഞ്ചമിൻ സെസ്കോ. ആൻഡ് പേഴ്സണലി ഫോർ മീ അനദർ ബുണ്ടസ് ലീഗ സ്ട്രൈക്കർ. എനിക്കിനി താങ്ങാനുള്ള ശക്തിയില്ല. എനിക്ക് ശക്തി തരുമോ. എനിക്കിനി ഒരു ബുണ്ടസ് ലീഗ സ്ട്രൈക്കർ സൈൻ ചെയ്യാൻ ശക്തിയില്ല. അവൻ ആർസണലിൽ പോയിട്ട് അവൻ ക്ലിക്ക് ആവണമെങ്കിൽ ക്ലിക്ക് ആയിക്കോട്ടെ, അതിലൊന്നും ഒരു വിഷമമില്ല. പക്ഷെ നമ്മൾ വീണ്ടും ഒരു ബുണ്ടസ് ലീഗ ഒരു സ്ട്രൈക്കറിന്റെ പുറകിൽ പോയി അവരെ പിടിച്ച് സൈൻ ചെയ്യുന്നതിൽ ഒരു സെൻസ് ഞാൻ കാണുന്നില്ല. സോ ഓവറോൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ദ ബെറ്റർ ഫിറ്റ് നോക്കിയിട്ട് ഷുഡ് ബി
വിക്ടർ ഗ്യോക്രസ്. പിന്നെ യെസ്, അവന്റെ ഗെയിമിൽ ഫ്ലോസ് ഉണ്ട്. ഫ്ലോസ് ഒന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. എല്ലാ ഗെയിമിലുള്ള എല്ലാ പ്ലേയേഴ്സും സ്ട്രൈക്കേഴ്സിനും ഉള്ള പോലെ തന്നെ ഒരു ഫ്ലോ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് വൈസ് കമ്പയർ ടു വിക്ടർ ഓസിമനൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് മേ ബി വി ആർ ഗെറ്റിംഗ് എ ബെറ്റർ പ്രൊഫൈൽ അറ്റ് ലോവർ കോസ്റ്റ്. ചീപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി അറ്റ് എ ലോവർ കോസ്റ്റ്. പിന്നെ ഓഫ് കോഴ്സ് യു ഹാവ് ജോണതൻ ഡേവിഡ്. പക്ഷെ പുള്ളിക്കാരൻ വേറെ എവിടെയോ പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. പിന്നെയുണ്ട് നമ്മുടെ PSG മറ്റേ റാമോസ് ഇരിപ്പുണ്ട്. പക്ഷെ റാമോസിന്റെ വാർത്തകൾ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഒരുപാട് പ്രൊലിഫിക് സ്ട്രൈക്കേഴ്സ് ഇല്ല ഇപ്പൊ മാർക്കറ്റിൽ. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന പോലെ അങ്ങനെ അത്രത്തോളം പ്രൊലിഫിക് സ്ട്രൈക്കേഴ്സ് ഇല്ല. ബട്ട് അഗൈൻ നമ്മുടെ കയ്യിൽ നമ്മളെ സംബന്ധിച്ച് വി ഡെഫിനറ്റ്ലി ഹാവ് ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ തുരുപ്പിച്ചിട്ട് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഒരു തുരുപ്പിച്ചിട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്ലേയേഴ്സിന് ഇൻട്രസ്റ്റഡ് ഉണ്ടാവും. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു നിക്കലസ് ജാക്സൺ, മറ്റേത് മറിച്ച്, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ബട്ട് ദിസ് ഇസ് ദ തോട്ട്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി.